ബബ്ബ എന്താ പറയുക, ആദ്യം ഞാൻ പറയുന്നത് ഞാനൊരു ഡൈഹാർഡ് ദിലീപേട്ടൻ ഫാനാണ്. ഈ പറയുന്നത് യാദൃശികമായി പോലും ഒരു തരത്തിലും മൂവിനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയല്ല. ഐ എം എ ഡൈഹാർഡ് ദിലീപേട്ടൻ ഫാൻ, ബട്ട് ദിസ് മൂവി ഈസ് നോട്ട് അപ് ടു ദ ഹൈപ്പ്. ഇറ്റ്സ് ആവറേജ്. വളരെ അധികം ഹൈപ്പുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നു. കേസിൻ്റെ വിധി വരുന്നു, പടത്തിൻ്റെ ട്രെയിലർ വരുന്നു, പാട്ട് വരുന്നു, ലാലേട്ടൻ എഫക്റ്റ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, പഴയ മൂവീസിലെ ഓരോ ഡയലോഗ്സ്, ക്രിഞ്ച്, പല ക്യാരക്ടേഴ്സിനും തിരിച്ചു കൊണ്ടുവരുന്നു, പഴയ വണ്ടികൾ തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷേ ഈ മൂവി ഒരു കംപ്ലീറ്റ് മൂവി ആയിട്ടില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു ഹൈപ്പും ഇല്ലാതെയാണ് ഈ മൂവി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. ബേസിക്കലി വാട്ട് വി എക്സ്പെക്റ്റഡ് ഈസ് ലോട്ട് ഓഫ് തിങ്സ്. ഇതിപ്പോൾ തമിഴിലൊക്കെ വരുന്ന ഒരു മാർക്ക് ആൻ്റണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹറിബറി ഹാഷ് ബോഷ് പടങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ കാണിക്കുന്നത് മുഴുവൻ പഴയ കുറേ ക്യാരക്ടേഴ്സിൻ്റെ റീ എൻട്രിയും കുറേ പഴയ പാട്ടുകളുടെ റീ എൻട്രിയും പിന്നെ ദിലീപേട്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 10 വർഷം മുമ്പ് ഇറങ്ങേണ്ട ഒരു മൂവിയാണ്. ആ മൂവി ഒന്നങ്ങനെ ചതഞ്ഞ് അങ്ങനെ ഒന്ന് മോശമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി. എല്ലാവർക്കും അറിയുന്നതാണ്, ഇറ്റ്സ് നോട്ട് എ സ്പോയിലർ. ലാലേട്ടൻ്റെ എൻട്രി വന്നതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ 15 to 20 minutes മൂവി വേറെ ലെവലാണ്. ഭയങ്കര എൻജോയ്മെൻറ്റ്. തിയേറ്ററിൽ എല്ലാവരും പൊളിച്ചു. കാരണം ലാലേട്ടൻ്റെ ഈച്ച് ആൻഡ് എവ്രി ബിഹേവിയർ, ഈച്ച് ആൻഡ് എവ്രി ഡയലോഗ്, ഈച്ച് ആൻഡ് എവ്രി അപ്പിയറൻസ് ആൻഡ് സ്ക്രീൻ പ്രസൻസ്, കരീസ്മ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരിക, അധികമായാൽ അമൃതവും വിഷം. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. ഒരു നോട്ട് ബാഡ് വാച്ച്, ഡെഫിനറ്റ്ലി വാച്ചബിൾ മൂവി, ബട്ട് നോട്ട് അപ് ടു ദി എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹൈപ്പ് ഗിവൺ ബൈ ദി പീപ്പിൾ അറൗണ്ട് ഒരു ഫാക്ടർ. പിന്നെ മൂവിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്യൂ തിങ്സ്, ലോജിക് ഇല്ല ബേസിക്കലി. പിന്നെ ഈ പടത്തിൽ വേറൊരു എൻ്റർടൈനിങ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ്റെ ഇൻറ്ററാക്ഷൻസ് ആണ്. ദാറ്റ് ദേ ഹാവ് മെയ്ഡ് എ ലോട്ട് ഓഫ് പേഴ്സണൽ ഡയലോഗ്സ് ലൈക്ക് ബ്രദർ ടു ബ്രദർ തിങ്സ്. പിന്നെ ഈ പടത്തിനകത്ത് വന്നിരിക്കുന്ന ഹിറ്റായ അല്ലെങ്കിൽ തിയേറ്ററിലെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഡയലോഗ്സ് മുഴുവൻ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഡയലോഗ്സാണ്, റിയൽ ലൈഫ് ഡയലോഗ്സാണ്. പ്ലസ് whatever Dilip wanted to say about his case, about his injustice that he's been suffering for the last few years, അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഇറക്കിയൊരു മൂവി പോലെയാണ്. രാമലീല പോലത്തെ ഒരു മൂവിയല്ല. രാമലീല വാസ് ലൈക്ക് എപ്പിക് റീ എൻട്രി ഓഫ് ദാറ്റ് ടൈം. ബട്ട് ദിസ് ഈസ് ഓക്കെ. പീപ്പിൾ, if you're going to watch this, please watch it with zero expectations. എനിക്ക് തോന്നുന്നൊരു 1 week മാക്സിമം ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ഇതിൻ്റെ ഹൈപ്പ് കുറയും, ആൾ കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് 5 or 6 out of 10.